Monotone subsequence theorem says that every sequence of real numbers has a monotone subsequence. Bolzano-Weierstrass theorem പറയുന്നത് എല്ലാ ബൗണ്ടഡ് ആയിട്ടുള്ള റിയൽ സീക്വൻസുകൾക്കും ഒരു കൺവെർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പ്രധാനമായിട്ട് പഠിച്ചത്. പിന്നെ സബ്സീക്വൻസിൻ്റെ ആദ്യത്തെ സെഷനിൽ നമ്മൾ പ്രത്യേകം ഒരു തിയറം പറഞ്ഞിരുന്നു. ഒരു സീക്വൻസ് എക്സിലേക്ക് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസുകളും എക്സിലേക്ക് കൺവെർജ് ചെയ്യും. പക്ഷേ സബ്സീക്വൻസ് കൺവെർജൻ്റ് ആയതുകൊണ്ട് സീക്വൻസ് കൺവെർജൻ്റ് ആവണമെന്നില്ല എന്നും നമ്മളവിടെ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് എ ബി എ ബി എ ബി എക്സെട്ര വെർ എ നോട്ട് ഈക്വൽ ടു ബി, ഇതാണ് നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് എങ്കിൽ നമ്മൾ ഓഡ് പൊസിഷൻസ് മാത്രം എടുത്താൽ വി വിൽ ഗെറ്റ് ദ കോൺസ്റ്റൻറ്റ് സീക്വൻസ് എ എ എ എ എക്സെട്ര വിച്ച് വിൽ കൺവേർജ് ടു എ. അതുപോലെ ഈവൺ പൊസിഷൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അനദർ കോൺസ്റ്റൻറ്റ് സീക്വൻസ് ബി 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 എക്സെട്ര ആൻഡ് ദാറ്റ് വിൽ കൺവേർജ് ടു ബി. ഓക്കെ, പക്ഷേ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് എ ബി എ ബി എ ബി എന്ന് പറയുന്നത് നമുക്ക് കൺവെർജൻ്റ് അല്ല എന്നറിയാം. ഇറ്റ് ഈസ് എ ഡൈവേർജൻറ്റ് സീക്വൻസ്. ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന റിസൾട്ട് എന്താണ് പറയുന്നത് നോക്കാം. ഒരു റിയൽ സീക്വൻസ് അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും ഒരേ പോയിൻറ്റിലേക്കാണ് കൺവെർജ് ചെയ്യുന്നതെങ്കിൽ കറസ്പോണ്ടിങ് സീക്വൻസും നമ്മൾ എടുത്തിരിക്കുന്ന സീക്വൻസും അതേ പോയിൻറ്റിലേക്ക് കൺവെർജ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് തിയറം നോക്കുക. ലെറ്റ് എക്സ് ഈക്വൽ ടു സീക്വൻസ് xn be a bounded sequence of real numbers. It should be noted. ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസുകൾക്കാണ് നമ്മൾ പറയുന്നത്. കാരണം അൺബൗണ്ടഡ് സീക്വൻസുകൾ ഓൾറെഡി ഡൈവർജൻ്റ് ആണ്. അതിൻ്റെ കൺവെർജൻസിനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം തന്നെയില്ല. So this is a bounded sequence of real numbers and x is some real number. Every convergent subsequence of x converges to small x. ക്യാപിറ്റൽ എക്സിൻ്റെ എല്ലാ കൺവെർജൻ്റ് ആയിട്ടുള്ള സബ്സീക്വൻസുകളും സ്മോൾ എക്സിലേക്കാണ് പോകുന്നത് എങ്കിൽ ദെൻ ദ സീക്വൻസ് ക്യാപിറ്റൽ എക്സ് കൺവെർജസ് ടു സ്മോൾ എക്സ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള തിയറം. ഇപ്പോൾ ഒരു സീക്വൻസ്, ഒരു ബൗണ്ടഡ് സീക്വൻസ്, അതിൻ്റെ എല്ലാ കൺവെർജൻറ്റ് സബ്സീക്വൻസുകളുടെയും ലിമിറ്റ് സെയിം തന്നെയാണ് എങ്കിൽ അത് the given sequence itself converges to that limit. സോ നമുക്ക് പ്രൂഫ് നോക്കാം. നമ്മൾ ബോൾസാനോ-വൈയർസ്ട്രാസ് തിയറം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൂഫ് പറയാൻ പോകുന്നത്. സോ ലെറ്റ് സീക്വൻസ് xn be a bounded sequence of real numbers. നമുക്ക് ഇത് ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്കറിയാം there exists some m greater than 0 such that absolute value of xn less than or equal to m for all n element of natural numbers. ഇനി ഈ സീക്വൻസ് xn എന്ന് പറയുന്നത് നമ്മളൊരു ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് വി ആർ അസ്യൂമിങ് ദാറ്റ് എവറി കൺവെർജൻറ്റ് സബ്സീക്വൻസ് ഓഫ് സീക്വൻസ് xn കൺവേർജസ് ടു x എലമെൻറ്റ് ഓഫ് r. എക്സനിൻ്റെ എല്ലാ കൺവെർജൻറ്റ് സബ്സീക്വൻസുകളുടെയും ലിമിറ്റ് എക്സ് ആണ്. നമുക്ക് തന്നിട്ടുള്ള കാര്യം, തിയറത്തിൻ്റെ ഹൈപ്പോതെസിസിൽ തന്നിട്ടുള്ള കാര്യം തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ എക്സ് കൺവെർജസ് ടു എക്സ് എന്നാണ് കാണിക്കേണ്ടത്. ഐ എം അസ്യൂമിങ് ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഡസ് നോട്ട് കൺവേർജ് ടു സ്മോൾ എക്സ്. ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്നില്ല. സോ ഡൈവർജൻസ് ക്രൈറ്റീരിയയ്ക്ക് മുമ്പ് ക്യാപിറ്റൽ എക്സ് ഒരു സീക്വൻസ് xn എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്നില്ല എന്നുള്ളതിന് നമ്മൾ 3 ഈക്വാലൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് പഠിച്ചിരുന്നു. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഈക്വാലൻ്റ് എന്ന് പറഞ്ഞ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചിരുന്നു. അതിലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ദർ എക്സിസ്റ്റ് സം എപ്സിലൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ സബ്സീക്വൻസ് x പ്രൈം വിച്ച് ഇസ് ഈക്വൽ ടു xnk ഓഫ് x സച്ച് ദാറ്റ് absolute value of xnk minus x greater than or equal to epsilon naught for all k element of n. ആ ഈക്വാലൻ്റ് കണ്ടീഷൻസിൽ മൂന്നാമത്തെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്നില്ലെങ്കിൽ
we can always find a subsequence of capital X such that ഈ സബ്സീക്വൻസിലുള്ള എല്ലാവരും എക്സിൽ നിന്ന് എപ്സിലൺ നോട്ട് ഡിസ്റ്റൻസിലും കൂടുതലായിട്ടാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് എങ്കിൽ ഇതിൻ്റെ എപ്സിലൺ നോട്ട് നെയ്ബർഹുഡാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ദിസ് ഈസ് എക്സ് മൈനസ് എപ്സിലോൺ ആൻഡ് ദിസ് ഈസ് എക്സ് പ്ലസ് എപ്സിലോൺ. ഓക്കെ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട് എന്ന് പറയുമ്പോൾ ഈ എക്സ് എൻ കെകളെല്ലാം ഈ ഇൻ്റർവെല്ലിൻ്റെ പുറത്താണ് ഉണ്ടാവുക. എക്സ് എൻ കെകളെല്ലാം ഇൻ്റർവെല്ലിൻ്റെ പുറത്താണ് ഉണ്ടാവുക. ആ രീതിയിൽ നമുക്കൊരു സബ്സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ എക്സ് പ്രൈം എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിൻ്റെ സബ്സീക്വൻസ് ആണ്. എക്സ് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സബ്സീക്വൻസുകളും ബൗണ്ടഡ് ആയിരിക്കും. ഇതേ എം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എം എന്ന് പറയുന്ന അതേ നമ്പർ തന്നെ എക്സ് പ്രൈമിൻ്റെയും ഒരു ബൗണ്ട് ആയിരിക്കും. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ കെ എലമെൻറ്റ് ഓഫ് എൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സ് ബൗണ്ടഡ് ആയതുകൊണ്ട് അതിൻ്റെ സബ്സീക്വൻസ് ആയിട്ടുള്ള എക്സ് പ്രൈമും ബൗണ്ടഡ് ആണ്. എന്താണ് ബോൾസാനോ-വൈസ്ട്രസ് തിയറം പറയുന്നത്? എല്ലാ ബൗണ്ടഡ് സീക്വൻസുകൾക്കും ഒരു കൺവെർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് പ്രൈം എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. അതിന് ഒരു കൺവെർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. ആ കൺവെർജൻറ്റ് സബ്സീക്വൻസിനെ ഞാൻ എക്സ് ഡബിൾ പ്രൈം എന്ന് വിളിക്കുകയാണ്. സോ ബൈ ബോൾസാനോ-വൈസ്ട്രസ് തിയറം എക്സ് പ്രൈം ഹാസ് എ കൺവെർജൻറ്റ് സബ്സീക്വൻസ് എക്സ് ഡബിൾ പ്രൈം. ഇപ്പോൾ എക്സിൻ്റെ സബ്സീക്വൻസ് ആണ് എക്സ് പ്രൈം, എക്സ് പ്രൈമിൻ്റെ സബ്സീക്വൻസ് ആണ് എക്സ് ഡബിൾ പ്രൈം. സോ നാച്ചുറലി എക്സ് ഡബിൾ പ്രൈം എന്ന് പറയുന്നത് എക്സിൻ്റെ തന്നെ ഒരു സബ്സീക്വൻസ് ആണ്. ഓക്കെ, മാത്രമല്ല എക്സ് ഡബിൾ പ്രൈം എന്ന് പറയുന്നത് കൺവെർജൻ്റ് ആണ്. എക്സിൻ്റെ എല്ലാ കൺവെർജൻറ്റ് സബ്സീക്വൻസുകൾക്കും ലിമിറ്റ് സ്മോൾ എക്സ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ എക്സ് ഡബിൾ പ്രൈം ഈസ് എ സബ്സീക്വൻസ് ഓഫ് എക്സ് ഇറ്റ് സെൽഫ്. ദെൻ നമ്മുടെ ഹൈപ്പോത്തസിസ് പ്രകാരം ഈ എക്സ് ഡബിൾ പ്രൈം കൺവെർജൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കണം. കാരണം ക്യാപിറ്റൽ എക്സിൻ്റെ എല്ലാ കൺവെർജൻറ്റ് സബ്സീക്വൻസുകളും സ്മോൾ എക്സിലേക്കാണ് കൺവെർജ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഈ എക്സ് ഡബിൾ പ്രൈം എന്ന് പറയുന്നത് എക്സ് പ്രൈമിൻ്റെ സബ്സീക്വൻസ് ആണ്. എക്സ് പ്രൈമിനെ പറ്റി ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ് പ്രൈമിലുള്ള എല്ലാവരും എക്സിൻ്റെ എപ്സിലൺ നോട്ട് നെയ്ബർഹുഡിൻ്റെ പുറത്താണുള്ളത്. ഈ എക്സ് പ്രൈമിൻ്റെ സബ്സീക്വൻസ് ആണ് എക്സ് ഡബിൾ പ്രൈം എന്ന് പറയുമ്പോൾ എക്സ് ഡബിൾ പ്രൈമിലെ എല്ലാ ആൾക്കാരും ഈ എക്സിൻ്റെ എപ്സിലൺ നോട്ട് നെയ്ബർഹുഡിൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ പിന്നെ എക്സ് ഡബിൾ പ്രൈമിന് എക്സിലേക്ക് കൺവെർജ് ചെയ്യാൻ പറ്റുമോ? നമ്മളിവിടെ ഒരു വേലി കെട്ടിയിരിക്കുന്ന പോലെയാണ്. ഇവിടെ ഒരു ബൗണ്ടറി വെച്ചിരിക്കുകയാണ്, ആരും ഇതിനകത്തേക്ക് കടക്കരുത്. ഈ എക്സ് ഡബിൾ പ്രൈമിലുള്ളവരെല്ലാം ഈ ഇൻ്റർവെല്ലിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. സോ ഇറ്റ് cannot converge to small x. This is not possible since all the terms of x double prime lies outside the epsilon naught neighborhood of x. So capital X does not converge to small x എന്ന് assume ചെയ്താൽ we will arrive at a contradiction. അപ്പോൾ പിന്നെ capital X must converge to small x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. നമ്മൾ പഠിച്ചത് ഇതാണ്. ഒരു ബൗണ്ടഡ് സീക്വൻസ് അതിൻ്റെ എല്ലാ കൺവെർജൻറ്റ് സബ്സീക്വൻസുകളുടെയും ലിമിറ്റ് സെയിം ആണെങ്കിൽ അതേ ലിമിറ്റിലേക്ക് തന്നെ ഗിവൺ സീക്വൻസും കൺവേർജ് ചെയ്യും. ഇനി അടുത്തതൊരു പ്രോബ്ലമാണ്. ഇഫ് ദ സീക്വൻസ് എക്സ് എൻ ഇസ് അൺബൗണ്ടഡ് ദെൻ പ്രൂവ് ദാറ്റ് there exists a subsequence xnk of xn such that limit of xnk equal to 0. സീക്വൻസ് xn അൺബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു സീക്വൻസ് xnk നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ഇറ്റ്സ് റെസിപ്രോക്കൽ കൺവേർജസ് ടു 0. 1/xnk കൺവേർജസ് ടു 0. ഓക്കെ, എക്സസൈസിലുള്ള ഒരു പ്രോബ്ലമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് എൻ ഇസ് അൺബൗണ്ടഡ്. എക്സ് എൻ അൺബൗണ്ടഡ് ആണെന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആവുന്ന പോലെ ഒരു എം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, സോ എമ്മിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും യു വിൽ ഗെറ്റ് സം എക്സ് എൻ സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ എം. സോ ഞാൻ എമ്മിന് ആദ്യം 1 എന്ന് വാല്യൂ കൊടുക്കാൻ പോവാണ്. ഓക്കെ,
സോ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല, കാരണം അങ്ങനെ ആയാൽ ബൗണ്ടഡായി. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ എൻ അല്ല എന്ന് വെച്ചാൽ ഒരു ഏതോ സീക്വൻസിലുള്ള ഏതോ ഒരാളുടെ അബ്സല്യൂട്ട് വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സഫിക്സിനെയാണ് ഞാൻ n1 എന്ന് വിളിക്കുന്നത്. സോ ചൂസ് n1 എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബി സച്ച് ദാറ്റ് absolute value of xn1 is greater than 1. ഇനി അടുത്തതായിട്ട് ഞാൻ എമ്മിന് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം. m is 2. സോ absolute value of xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ ഓൾ എൻ അല്ല എന്തായാലും. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് x1 ഹിയർ, x2, x3 എക്സെട്ര. ഇവിടെ എവിടെയോ എനിക്കൊരു xn1 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫൈനൈറ്റ്ലി മെനി ആൾക്കാരേ ഉള്ളൂ. ഇതിനെന്തായാലും നമുക്കൊരു മാക്സിമം ഉണ്ട്. ഇവരുടെ എല്ലാവരുടെ അബ്സല്യൂട്ട് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിലും മാക്സിമം ആയിട്ട് എനിക്കിവിടെ ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എടുക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2വിനേക്കാളും അബ്സല്യൂട്ട് വാല്യൂ 2വിനേക്കാളും വലുതാകുന്ന ആരെങ്കിലും ഇപ്പുറത്തുണ്ടോ നോക്കുകയാണ്. ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, കാരണം അല്ലെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇവരുടെ അപ്പർ ബൗണ്ട് x1, x2 എക്സെട്ര xn1 വരെയുള്ളവരുടെ അപ്പർ ബൗണ്ട് എനിക്ക് mn1 എന്നാണ് കിട്ടിയെന്ന് കരുതുക. mn1ൻ്റെയും 2വിൻ്റെയും മാക്സിമം എടുത്തു കഴിഞ്ഞാൽ അത് സീക്വൻസ് xnൻ്റെ ഒരു ബൗണ്ടായി പോവും. പക്ഷേ സീക്വൻസ് xn അൺബൗണ്ടഡ് ആണ്. സോ xn1ന് ശേഷം എവിടെയോ ഒരു നമ്പർ, ഒരു ടേം ഇവിടെ ഉണ്ട് വിത്ത് അബ്സല്യൂട്ട് വാല്യൂ ഗ്രേറ്റർ ദാൻ 2. അതാരാണോ അതിനെ ഞാൻ xn2 എന്ന് വിളിക്കണം. സോ choose n2 greater than n1 such that absolute value of xn2 greater than 2. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ എമ്മിന് 3 എന്നുള്ള വാല്യൂ കൊടുക്കണു. ആൻഡ് ഈ പ്രോസസ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ദെൻ n2വിന് ശേഷം ഏതോ ഒരു നമ്പർ xn2വിന് ശേഷം വരുന്ന ഏതോ ഒരു ടേം വിൽ ബി സച്ച് ദാറ്റ് absolute value of xn3 greater than 3. ഇത് ഞാനിങ്ങനെ പ്രൊസീഡ് ചെയ്യാണ്. ചൂസ് nk ഗ്രേറ്റർ ദാൻ nk മൈനസ് 1 സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xnk ഗ്രേറ്റർ ദാൻ k ആൻഡ് സോ ഓൺ. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഫോർ എവറി k എലമെൻറ്റ് ഓഫ് n വി ഹാവ് xnk സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xnk ഗ്രേറ്റർ ദാൻ k. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അബ്സല്യൂട്ട് വാല്യൂ ആണ്. സോ ദിസ് ഇസ് നോൺ നെഗറ്റീവ്. ഞാൻ റെസിപ്രോക്കൽ എടുക്കുകയാണ്. സോ ഐ വിൽ ഗെറ്റ് എനിവേ 1/xnkയുടെ അബ്സല്യൂട്ട് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി ലെസ് ദാൻ 1/k. ഇവിടെ ഞാൻ സ്ക്യൂസ് തിയർ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ആസ് k ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് 0 വിൽ ഗോ ടു 0, 1/k വിൽ ഗോ ടു 0. സോ നാച്ചുറലി നടുവിലുള്ളതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി 0. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് എക്സസൈസിലെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാണ്. സപ്പോസ് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ n. എല്ലാ xnനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. xn കൺവെർജൻ്റ് ആണോ അല്ലയോ എന്ന് തൽക്കാലം നമുക്കറിയില്ല. വി ഹാവ് ഗിവൺ ദാറ്റ് ലിമിറ്റ് ഓഫ് -1 ടു ദ പവർ n xn എക്സിസ്റ്റ്. ഇത് കൺവെർജൻ്റ് ആണ്. -1 ടു ദ പവർ n xn കൺവെർജൻ്റ് ആണ്. ഷോ ദാറ്റ് സീക്വൻസ് xn is convergent. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കൺവെർജൻ്റ് ആണ് എന്നറിയാവുന്ന സീക്വൻസ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് x ആണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. വി ഹാവ് ഗിവൺ ദാറ്റ് xn is greater than 0 ആൻഡ് -1 ടു ദ പവർ n xn കൺവെർജൻ്റ് ആണ്. അതിൻ്റെ ലിമിറ്റിനെ ഞാൻ x എന്ന് വിളിച്ചു. അപ്പോൾ ആരാണ് നമ്മുടെ കൺവെർജൻ്റ് ആയിട്ടുള്ള ഈ സീക്വൻസ് തന്നിരിക്കുന്നത്? -1 ടു ദ പവർ n xn, അതായത് -x1 x2 -x3 x4 എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാനുള്ളൊരു സൗകര്യത്തിന് ഈ -1 ടു ദ പവർ n xn എന്നുള്ളതിനെ yn എന്ന് വിളിക്കുകയാണ്. സോ ദിസ് ഇസ് ആക്ച്വലി ഇപ്പോൾ സീക്വൻസ് yn ആണിത്. സീക്വൻസ്ynൻ്റെ ലിമിറ്റാണ് ഈ x. ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും അതേ ലിമിറ്റിലേക്ക് കൺവെർജ് ചെയ്യും, ടു ദ സെയിം ലിമിറ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 സബ് സീക്വൻസുകൾ കൺസിഡർ ചെയ്യാണ്. ഈ yn എന്ന് പറയുന്ന സീക്വൻസിൻ്റെ
ഓഡ് പൊസിഷൻസ് മാത്രം ഞാൻ എടുക്കണു. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് സീക്വൻസ് y2n വിച്ച് ഇസ് x2, x4, x6 എക്സെട്ര. അത് എക്സിലേക്ക് തന്നെ കൺവെർജ് ചെയ്യണം. കാരണം yn കൺവെർജൻ്റ് ആണ്,ynൻ്റെ ലിമിറ്റ് x ആണ്. അപ്പോൾ ynൻ്റെ എല്ലാ സബ്സീക്വൻസുകളും എക്സിലേക്കാണ് കൺവെർജ് ചെയ്യുക. സോ ദിസ് കൺവേർജസ് ടു x. ഇനി ഞാൻ ഓഡ് പൊസിഷൻസ് മാത്രം എടുക്കുകയാണ്. ഓഡ് പൊസിഷൻസ് മാത്രം എടുക്കുമ്പോൾ y2n -1 -x1 -x3 -x5 എക്സെട്ര. ദാറ്റ് ഓൾസോ കൺവെർജസ് ടു സ്മോൾ x. ഓക്കെ, ഇപ്പോൾ നമുക്കറിയുന്നത് നമുക്ക് എന്തൊക്കെയാണ് തന്നിരുന്നതെന്ന് നോക്കുക. എല്ലാ എക്സനും നോൺ നെഗറ്റീവാണ്. സോ y2n ഇസ് നത്തിങ് ബട്ട് x2n. ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ നമുക്ക് ഈ പോസിറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് നെഗറ്റീവ് നമ്പേഴ്സ്. സോ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് -x എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ y2n -1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പക്ഷെ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് x തന്നെയാണ്. സോ x ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഹിയർ വി ഹാവ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നൗ വി ഹാവ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് x ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സീക്വൻസ് xn, ആ സീക്വൻസ് xnൻ്റെ ഓഡ് പൊസിഷൻസ് കൺവെർജസ് ടു 0, ഈവൺ പൊസിഷൻസ് കൺവെർജസ് ടു 0. ദെൻ നമുക്കിങ്ങനെ പറയാം, ഫോർ എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there exist two natural numbers k1 and k2 such that absolute value of x2n minus 0 is less than epsilon for all 2n greater than or equal to k1, and absolute value of x2n minus 1 less than epsilon y2n absolute value of y2n minus 1 is same as absolute value of x2n minus 1 for all 2n minus 1 greater than or equal to k2. ഇത് രണ്ടും കൂടി എനിക്ക് ഒരുമിച്ച് ശരിയാവണമെന്നുണ്ടെങ്കിൽ ടേക്ക് മാക്സിമം ഓഫ് k1 ആൻഡ് k2. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn ഈസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് നമുക്ക് പറയാം. ബിക്കോസ് 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 നമുക്ക് ഏത് നാച്ചുറൽ നമ്പർ n എടുത്തു കഴിഞ്ഞാലും ഒന്നുകിൽ അത് ഈവൺ ആയിരിക്കും അല്ലെങ്കിൽ അത് ഓഡായിരിക്കും. സോ ദാറ്റ് നമുക്ക് പറയാം ദ ഒറിജിനൽ സീക്വൻസ് xn കൺവെർജസ് ടു 0. സോ സീക്വൻസ് xn കൺവെർജൻ്റ് ആണ്. ഓക്കെ.